നന്നാവണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്കും ദിവസങ്ങൾ കഴിയുമ്പോൾ അവരുടെ മുമ്പിൽ തടസ്സമായി വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂട്ടുകാരാണ്. സാഹചര്യമാണ് എന്നെയും നിങ്ങളെയും നന്നാക്കുന്നത്, അതേ സാഹചര്യമാണ് നമ്മെ ദുഷിപ്പിക്കുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഒരു സാഹചര്യം, എന്തിന്, എനിക്ക് രക്ഷപ്പെടണം, വീണ്ടും തിന്മയുടെ ചെളിക്കുണ്ടിലേക്ക് ഞാൻ പോയി ചാടരുത്, അതിനാവശ്യമായ ഒരു പ്രൊട്ടക്ഷൻ, ഒരു മുൻകരുതൽ, ഒരു സാഹചര്യം നമ്മൾ ഒരുക്കിയേ പറ്റൂ. ഒന്നാമതായി അതിന് വേണ്ടത് നമുക്ക് പ്രാർത്ഥനയാണ്, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവേ, എൻ്റെ ഹൃദയത്തെ ഞാനിതാ ജീവിക്കുവാൻ ഉദ്ദേശിക്കുന്ന ഈ പ്രകാശപൂർണമായ സന്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ നീ എനിക്ക് തൗഫീഖ് തരണേ എന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. രണ്ടാമത്, നിങ്ങളുടെ മാതാപിതാക്കളുമായി നിങ്ങൾ സദാ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കണം. കാരണം ആ മാതാപിതാക്കളാണ് ഒരുപാട് പ്രതീക്ഷകളോടുകൂടി നിങ്ങളെ ഈ ക്യാമ്പസുകളിലേക്ക് പറഞ്ഞു വിട്ടത്. അവർക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട് നിങ്ങളെക്കുറിച്ച്. ആ സ്വപ്നങ്ങളൊക്കെ അവരിങ്ങനെ താലോലിച്ച് നിങ്ങൾ അവസാന സർട്ടിഫിക്കറ്റും വാങ്ങി, കോൺവെക്കേഷന്റെ ദിവസത്തിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റുകളും ബിരുദങ്ങളൊക്കെ വാങ്ങി പുറത്തേക്കിറങ്ങി വരുന്ന കാഴ്ച കാണാൻ അവർ കാത്തിരിക്കുകയാണ്. ഒരുപാട് മോഹങ്ങളുണ്ട് അവർക്ക്. മൂന്നാമതായി വേണ്ടത്, ഉമ്മയും ഉപ്പയും ഒക്കെ അകലെയാണ്, ബന്ധുമിത്രാദികളൊക്കെ അകലെയാണ്, നിങ്ങൾക്ക് ചുറ്റും ഒരു വലയമുണ്ട്, അതാണ് നിങ്ങളുടെ കൂട്ടുകാർ. പരിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ 208-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, സത്യവിശ്വാസികളെ നിങ്ങൾ ഇസ്ലാമിലേക്ക് പരിപൂർണമായും പ്രവേശിക്കണേ. ഇസ്ലാം എന്ന് പറയുന്നത് വലിയ വ്യാപകമായ നിലക്കുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൻ്റെ വേഷവിധാനങ്ങളും എല്ലാ കാര്യങ്ങളും ജീവിതത്തിൻ്റെ എ മുതൽ സെഡ് വരെയുള്ള മുഴുവൻ കാര്യങ്ങൾക്കും വെളിച്ചം പകരുന്ന കൃത്യമായ നിലക്കുള്ള മതമാണ്. ആ ഇസ്ലാമിൽ നിങ്ങൾ പൂർണ്ണമായി പ്രവേശിക്കണേ. വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, ശൈത്താനിന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. കാരണം ഇന്നഹു ലകും അദുവ്വും മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. അപ്പൊ നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ ആ നിലക്ക് നിങ്ങളെ തിന്മയിലേക്ക് പ്രചോദിപ്പിക്കുന്ന ആ നിലക്കുള്ള മോശപ്പെട്ട കൂട്ടുകാരുണ്ടോ എന്ന് തിരിച്ചറിയണം.